ഹായ് ഓൾ, ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടാലോ? അപ്പോൾ ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ അയച്ചു തരണം എന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല, ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുട്ടി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് റീചാർജബിൾ സെല്ലാണ്. ഇതുപോലത്തെ 1.2 വോൾട്ടിൻ്റെ 1800 mAh വരുന്ന റീചാർജബിൾ ബാറ്ററിയാണിത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരെണ്ണം 80 രൂപ 100 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് വില കുറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ബാറ്ററിയുടെ mAh കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടി വരും. ഇത് 1800 mAh ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് AAA ബാറ്ററി ഉണ്ട്, റീചാർജബിൾ. പിന്നെ ടോർച്ച് ഐറ്റംസ് ബാറ്ററികളൊക്കെ ഞാൻ മിക്കവാറും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാറുണ്ട്, ഓർഡർ നമുക്ക് സ്റ്റോക്ക് വരുന്നതനുസരിച്ച്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ്. അടുത്ത് വന്നിരിക്കുന്നത് സ്പ്ലിറ്ററാണ്. HD TV സ്പ്ലിറ്റർ എന്ന് പറയും. അതായത് ഒരു ഇൻപുട്ടും അതേന്ന് നാല് ഔട്ട്പുട്ട് എടുക്കുക. അതായത് HDMI കേബിൾ കുത്താവുന്ന 4 ഔട്ടും കൂടെ എടുക്കാവുന്ന ഒരു സ്പ്ലിറ്റർ. 5 വോൾട്ടാണ് വരുന്നത്. ഇൻപുട്ട് ഒരെണ്ണം വരും, ഔട്ട്പുട്ട് 4 എണ്ണം വരും. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്ററിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപ. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് 24 വോൾട്ട് 2 ആംപിയറിൻ്റെ SMPS അഡാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് D ആംപ്ലിഫയറിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എത്ര? 550. അപ്പോൾ ഈ ഒരു അഡാപ്റ്ററിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ്. 24 വോൾട്ട് 2 ആംപിയർ, അതുപോലെ തന്നെ 24 വോൾട്ട് 3 ആംപിയർ ഒക്കെ SMPS അഡാപ്റ്റർ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്ലാസ് ഡിക്ക് വേണ്ടി പ്രത്യേകം എടുത്തിരിക്കുന്നതാണ്. ഈ ഇരിക്കുന്ന എല്ലാ അഡാപ്റ്റർ ഐറ്റംസ് ആണ് കേട്ടോ. പല വോൾട്ടിൽ പല ആംപിയറിൽ വരുന്ന അഡാപ്റ്ററുകളാണ്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് AC കോഡാണ്. ഫിലിപ്സ് ടൈപ്പ് AC കോഡ്. ഇത് വേറൊരു അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് വലിയൊരു പവർ സപ്ലൈ ആണ്. SMPS അഡാപ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 5 വോൾട്ട് 60 ആംപിയർ, 5 വോൾട്ട് 60 ആംപിയറിൻ്റെ വലിയൊരു SMPS ആണ് വന്നിരിക്കുന്നത്. ഇത് വലിയ LED ബോർഡിനൊക്കെ കൊടുക്കാനുള്ള ഒരു SMPS അഡാപ്റ്ററാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപ. ഇതെല്ലാം ഷോപ്പിലെ പ്രൈസാണ് കേട്ടോ പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് TB21H കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ക്ലാസ് D ആംപ്ലിഫയറിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നു, ഈ ക്ലാസ് D ആംപ്ലിഫയർ എന്ന് പറയാതെ അതെന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ക്ലാസ് D ആംപ്ലിഫയറിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ കൂടുതലായിട്ട് അറിയാവുന്നവർ വിദഗ്ധരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും, അറിയാൻ കഴിയും. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം, TB21H ക്ലാസ് D ആംപ്ലിഫയർ എന്ന് പറയുന്നത് നല്ല എഫിഷ്യൻസിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിന് സ്വിച്ചിങ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഡിജിറ്റൽ ആംപ്ലിഫയർ എന്നൊക്കെ പറയും. ഈ ഡിജിറ്റൽ ആംപ്ലിഫയർ എന്ന് പറയുന്നതുകൊണ്ടാണ് ഇതിന് ക്ലാസ് D എന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. സാധാരണ നമ്മൾ വലിയ ആംപ്ലിഫയറിനൊക്കെ ക്ലാസ് A ആംപ്ലിഫയർ, ക്ലാസ് B ആംപ്ലിഫയർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഇതിന് ക്ലാസ് D ആംപ്ലിഫയർ എന്ന് പറയുന്നു. ഇത്രയാണ് എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്ന കാര്യം. പിന്നെ അറിയാവുന്നത്, നല്ല എഫിഷ്യൻസി ഉള്ള ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്ന ഊർജ്ജത്തിൻ്റെ ഒരു 90%, 90%-ലധികവും ഇതിന് ശബ്ദമാക്കി മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ അധികം ചൂടാകുന്നില്ല. ചെറിയ സൈസാണ്, കമ്പാറ്റബിൾ സൈസാണ്. നമുക്ക് കൊണ്ടു നടക്കാനും എവിടെയെങ്കിലും വെക്കാനൊക്കെ എളുപ്പമുള്ള സ്മോൾ സൈസാണ്. പിന്നെ നമ്മുടെ വലിപ്പമുള്ള വലിയ ആംപ്ലിഫയറിനെ അപേക്ഷിച്ച് ഇതിന് വലിപ്പവും ഭാരവും കുറവാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ് D ആംപ്ലിഫയർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് അറിയാവുന്നത്. അപ്പോൾ ബാക്കി അറിയാവുന്നവർ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇത് നമുക്ക് പിന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കിട്ടുമ്പോൾ എല്ലാം പാർട്സ് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ഓക്സ് ഓപ്ഷൻ ഉണ്ട്, USB ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് FM ഇല്ല കേട്ടോ. FM ഇല്ല, റിമോട്ടും ഇല്ല. അപ്പോൾ പലരും വാട്സാപ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, FM ഉണ്ടോ റിമോട്ട് ഉണ്ടോ എന്ന്. ഇതിന് FM ഇല്ല, റിമോട്ടില്ല. പിന്നെ ഇതിൻ്റെ സപ്ലൈ വരുന്നത് നമുക്ക് 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാനായിട്ട് വരും. അപ്പോൾ ഇതിന് സപ്ലൈ കൊടുക്കാനായിട്ടാണ് ഈ 24 വോൾട്ട് 2 ആംപിയറിൻ്റെ നമ്മൾ ഈ ഒരു അഡാപ്റ്റർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 50 വാട്ട്സിൻ്റെ 2 സ്പീക്കറും 100 വാട്ട്സിൻ്റെ സബ് വൂഫറുമാണ് നമുക്ക് കൊടുക്കാവുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് പ്രത്യേകം കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് വരത്തില്ല, അത് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ 5 വോളിയം കൺട്രോൾ വരുന്നുണ്ട്. സബ് വൂഫറിൻ്റെ 2 എണ്ണം, റൈറ്റ് ലെഫ്റ്റ് ചാനലിൻ്റെ 2 എണ്ണം, പിന്നെ ഒരെണ്ണം കോമൺ ആയിട്ടുള്ള ഒരു വോളിയം കൺട്രോൾ. ഇത്രയാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ക്ലാസ് ഡി ആംപ്ലിഫയറിന് നമുക്ക് ഇവിടുത്തെ റേറ്റ് വരുന്നത് 1550 രൂപയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ക്ലാസ് ഡി ആംപ്ലിഫയർ വാങ്ങുമ്പം അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഇല്ല, അത് എക്സ്ട്രാ ആണ് വാങ്ങേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അഡാപ്റ്ററും കൂടെ വേണമെങ്കിൽ ആ കാര്യം പ്രത്യേകം പറയണം, അഡാപ്റ്റർ വേണമെന്ന് പറയണം കേട്ടോ. കാരണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് റീചാർജബിൾ ബാറ്ററിയാണ്. 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി. ഇതാ ഇത്രയും വലിപ്പമുള്ള. നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ, എമർജൻസി ലൈറ്റ് അങ്ങനെയുള്ളതിനൊക്കെ വരുന്നതാണ് ഈ ഒരു ബാറ്ററി. ഇതിൻ്റെ റേറ്റ് വരുന്ന ഒരെണ്ണത്തിന് 150 രൂപയാണ്. അടുത്തത് സെറ്റപ്പ് ബോക്സ് ഷെൽഫാണ്. ഇത് മെറ്റലിൻ്റെ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സെറ്റപ്പ് ബോക്സ് വെക്കാനായിട്ടുള്ള ചെറിയ സ്റ്റാൻഡ്, നമുക്ക് ടി വിയുടെ വാൾ മൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സെറ്റപ്പ് ബോക്സ് വെക്കാനുള്ള മെറ്റൽ സ്റ്റാൻഡ്. ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലെഡാണ്, സോൾഡറിങ്ങിനുള്ള ലെഡ്, ചെറിയ പാക്കറ്റായിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇത് 10 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ്. ആർഗോക്സിൻ്റെ 2300 രൂപയാണ്. അപ്പോൾ ഇത് 10 ഇഞ്ചിൻ്റെ ഉണ്ട്, 6 ഇഞ്ചിൻ്റെ ഉണ്ട്, പിന്നെ 12 ഇഞ്ചിൻ്റെ ഉണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് റിമോട്ട് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒനിക്സ് LED ടി വിയുടെ റിമോട്ട്, പിന്നെ ഹയർ ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്, LG ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്, പിന്നെ വന്നിരിക്കുന്നത് TCL ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്. അടുത്തത് ഹോം തിയേറ്ററിൻ്റെ ആണ്. ഇത് കുറേ എണ്ണത്തിന് സ്യൂട്ട് ആവുന്ന ഒരെണ്ണമാണ്. 12-in-1 ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് ടാർജറ്റ്, കുറേ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോണിക്ക്, ബെസ്റ്റോൺ, ഡെൽട്രോൺ, അങ്ങനെ കുറേ പേര് എഴുതിയിട്ടുണ്ട്. 12-in-1 ഹോം തിയേറ്റർ റിമോട്ടാണ്. പിന്നെ തോഷിബ ടി വിയുടെ റിമോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ റിമോട്ടുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു കോളിംഗ് ബെല്ല്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഡോർ ബെല്ലെന്ന് തന്നെയല്ല, ഇപ്പോൾ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ അവർ റൂമിൽ കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മളെ അവർക്ക് വിളിക്കണമെങ്കിൽ ഉറക്കെ വിളിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യം വന്ന് പെട്ടെന്ന് വിളിക്കണമെങ്കിൽ ഇതൊരെണ്ണം അവരുടെ ബെഡിൻ്റെ സൈഡിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ഈ ഒരു ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഈ ബെല്ല് നമുക്ക് എവിടെയാണ്, ഇപ്പം വീട്ടിൽ നമുക്ക് കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ മിക്കവാറും പല സമയത്തും കിച്ചണിലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വേണേൽ കിച്ചണിലേക്ക് ഈ ബെല്ല് പിടിപ്പിച്ചാൽ മതി. സ്വിച്ച് അവരുടെ ബെഡ് സൈഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അവർ ഇവത്തെ ഞെക്കി കഴിയുമ്പം നമുക്ക് കിച്ചണിൽ ഇരുന്ന് ബെല്ലടിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അറിയാം അങ്ങോട്ട് ചെല്ലാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഒരു 150 മീറ്റർ വരെ ഇതിൻ്റെ നമുക്ക് കിട്ടും, സിഗ്നൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റിനകത്ത് നമുക്ക് ബാറ്ററി ഇടണം. ഇതിനകത്ത് 2 ബാറ്ററി ഇടണം, ഇതിനകത്ത് ഒരു ബാറ്ററി. ഇതിനകത്തുള്ള ബാറ്ററി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ബാക്കി നമ്മൾ 2 എണ്ണം 1.2-ന്റെ 2 ബാറ്ററി വാങ്ങിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് 2 ടൈപ്പ് വന്നിട്ടുണ്ട്, 2 റേറ്റിലുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ 2 എണ്ണം വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 950 രൂപയും ഇതിൻ്റെ റേറ്റ് വരുന്നത് 380 രൂപയും. അപ്പോൾ എക്സ്ട്രാ ബാറ്ററി എടുക്കുമ്പോൾ അതിന് എക്സ്ട്രാ പൈസയാകും കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെല്ലാണ്, കോളിംഗ് ബെല്ലാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ ഊഫറാണ്, ചെറിയ ഊഫർ 4 ഇഞ്ചിൻ്റെ. റേറ്റ് വരുന്നത് 250 രൂപ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു ചെറിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്നവരൊക്കെ ഷോപ്പ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു.